നോക്കിയുടെ ശങ്ക പാവം ഞങ്ങളുടെ ശങ്കരനെ കണ്ടോ, വിരുന്നുകാരനാ. കുറേ മാസങ്ങളായി ഇവിടെ വരാൻ തുടങ്ങിയിട്ട്. ദിവസം 2-3 നേരമെങ്കിലും വരും, ഭക്ഷണം കഴിക്കും, ചിലപ്പോൾ കുറച്ച് നേരമൊക്കെ വിശ്രമിക്കും, സ്ഥലം വിടും. കണ്ടോ, കുറേ ദിവസമായി ശങ്കരന് ആരോ എന്തോ ചെയ്തു വിട്ട് മുഖത്ത് ആഴത്തിലുള്ളൊരു ചെറിയ മുറിവുണ്ട്. പഴുത്ത് വല്ലാതെ കഷ്ടത്തിലായി. കുറേ ദിവസം ഞങ്ങൾ ഓയിൻമെൻറ്റ് പുരട്ടി കൊടുത്തു. പക്ഷേ അതുകൊണ്ട് കുറയാത്തതുകൊണ്ട് മുറുകുകുട്ടി എന്ന് പറയുന്നൊരു ചെടിയുണ്ട്, അതിൻ്റെ ഇല അരച്ച് പുരട്ടി കൊടുത്തിരിക്കുന്നതാണ്. 2 ദിവസമായിട്ട് ചെറിയ കുറവ് തോന്നുന്നുണ്ട്. ശങ്കരൻ രാവിലെ എത്തിയതേ ഉള്ളൂ. അല്ല ശങ്ക എടാ ശങ്കരൻ ഭക്ഷണമൊക്കെ കഴിച്ച് ഇരിക്കുക. മഴയായതുകൊണ്ട് ഇറങ്ങിപ്പോവാൻ പറ്റുന്നില്ല, അതുകൊണ്ട് കാത്തിരുന്നതാണ്. അല്ലടാ ശങ്കര, ശങ്ക കുറഞ്ഞൂടാ, നോക്കി ശങ്ക നോക്കി. എടാ എന്നൊക്കെ നോക്കാത്തേ, പോവാണോ? പോവണ്ട, വാ വാ. കണ്ടോ, ആ മഴ പോട്ടെ അല്ലാണ്ടെങ്കിൽ. അയ്യോ കണ്ടോ ശങ്കരൻ്റെ പനി കണ്ടോ. ശങ്കരൻ മഴ നോക്കിയിരിക്കുക. മഴ പോയിട്ട് വേണം ശങ്കരന് നാട് ചുറ്റാൻ പോവാൻ. കാര്യം കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിൽക്കുകയൊന്നുമില്ല. വിശക്കുമ്പോഴൊക്കെ വരും, ഭക്ഷണം കഴിക്കും, തിരിച്ചു പോകും. അങ്ങനെ ശങ്കരൻ ഞങ്ങളോട് പെരുമാറുന്നത്. അല്ലാതെ ശങ്ക ഇന്ന് പോയാൽ ഇനി എപ്പം വരുവാടാ ശങ്കര? കണ്ടോ, ശങ്കരനാന്നൊക്കെ അറിയാവുന്നെ. വേദന കൊഞ്ഞോടാ? ശങ്കരന് വേദന കൊഞ്ഞോ? കുറച്ച് കുറവുണ്ട്. ഞങ്ങളുടെ നാട്ടിലെ മനുഷ്യർ അങ്ങനെയാണ്. ഒരു ദേവിയും വെറുതെ വിടുകയില്ല. കണ്ട എന്തെങ്കിലുമൊക്കെ സമ്മാനിച്ചിട്ടേ വിടുകയുള്ളൂ. ഇന്നത്തെ കാലം അങ്ങനെയാണല്ലോ. അങ്ങനെ തന്നെ ആവട്ടെ.